ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ തിരുനാൾ ഇന്ന് സമാപിക്കുകയാണ് കേട്ടോ. അപ്പം 3 ദിവസത്തെ തിരുനാളായിരുന്നു. ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദിവസമേ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയാണ് നമ്മുടെ തിരുനാൾ ആരംഭിച്ചത്. അന്നത്തെ ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇന്നലെ പിന്നെ റാസയായിരുന്നു. റാസയുടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അച്ഛനെ വെൽക്കം ചെയ്യുന്നത്, നമ്മുടെ ഹോളി മാസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പം ആദ്യമേ നമ്മൾ അച്ഛനെ വെൽക്കം ചെയ്തിങ്ങനെ ആളുകളെല്ലാം കൈകളിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് കുഞ്ഞു പെൺകുട്ടികളുടെ ഡാൻസോടുകൂടി നമ്മൾ അച്ഛനെ സ്വീകരിച്ച് ബലിയർപ്പണം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇന്നലെ റാസയുടെ വീഡിയോ ഇന്നലെ രാത്രി എനിക്ക് ഇടാൻ പറ്റിയില്ല. ഒത്തിരി രാത്രിയായി. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇട്ടായിരുന്നു. പക്ഷേ നെറ്റ് ഇഷ്യൂ കാരണം ഉച്ചയായപ്പോഴാണ് അത് ഡൗൺലോഡ് ആയതെന്ന് തോന്നുന്നു. നെറ്റ് ഇഷ്യൂ ഭയങ്കരമായിരുന്നു. ഒട്ടും ഇത് ആകുന്നില്ലായിരുന്നു. അതുകൊണ്ട് അതിനാദ്യമേ ഞാൻ സോറി പറയുന്നു ഇത്രയും താമസിച്ചതിന്. അതിപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, അപ്പം ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അതാണ്ട് കണ്ടോ, കുട്ടികളുടെ ഡാൻസൊക്കെ കണ്ടോ, കുട്ടികൾ വെൽക്കം ചെയ്യുകയാണ് അച്ഛനെ. അപ്പം അച്ഛനെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന വെൽക്കം ഡാൻസാണിത്. ഓക്കെ, അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോസ് ഫുൾ കാണണേ. എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടായിരിക്കും. കാരണം ഒരു മനുഷ്യരും ഒരാളിനെയും വിശുദ്ധ ഔസേപ്പിൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരാളെപ്പോലും വിശുദ്ധ ഔസേപ്പിതാവ് തള്ളിക്കളയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിയോഗങ്ങളൊക്കെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും. ഓക്കെ, അപ്പം കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്ത് ഇപ്പം അച്ഛനെ വെൽക്കം ചെയ്യും. ഇത് നമ്മൾ എല്ലാ സൺഡേയിലും ഈ ഡാൻസ് അങ്ങനെയൊന്നുമില്ല. ഇത് പെരുന്നാളായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡാൻസൊക്കെ ചെയ്ത് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ജസ്റ്റ് നമ്മൾ മെഴുകുതിരി കത്തിച്ച് കുരിശും ബൈബിളും ഒക്കെ ആയിട്ട് എൻട്രൻസ് ഇത് തുടങ്ങത്തേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഡാൻസ് ഒന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് പെരുന്നാളായതുകൊണ്ടാണ് നമ്മൾ എൻട്രൻസ് ഡാൻസും പാട്ടോടുകൂടി അച്ഛനെയും എല്ലാവരും സ്വീകരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ ഹോളി മാസ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ കുർബാനയുടെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം, അല്ലാതെ കുർബാന ഞാൻ ഷൂട്ട് ചെയ്യില്ല. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, മിക്കവാറും ഇപ്പം എല്ലാവരും കുർബാനയൊക്കെ കാണുന്നവരാണ്. അപ്പം കുർബാന കഴിഞ്ഞ് നമ്മളെ അച്ഛൻ ആദ്യമേ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ പാരായണമുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. അപ്പം സെലക്റ്റഡ് ആയിട്ടുള്ള 2 പേരാണ് അത് വായിക്കുന്നത്. പിന്നെ ഈ 3 കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൂപാർച്ചന നടത്തുകയാണ് കേട്ടോ. അപ്പം വൈദികൻ താലത്തിൽ അപ്പവും വീഞ്ഞും ഒക്കെ ഉയർത്തുമ്പോഴത്തേന് ഈ കുഞ്ഞുങ്ങൾ വന്ന് അത് ധൂപാർച്ചന നടത്തുകയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തത്. അല്ലാതെ കുർബാനയുടെ ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ജസ്റ്റ് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ പാട്ടോടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ആദ്യമൊന്നും എനിക്കറിയാൻ വയ്യാതെ ഞാൻ ഈ പാട്ടും മറ്റുള്ളതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടുമായിരുന്നു. അപ്പോഴാണ് കോപ്പിറൈറ്റ് എന്നും പറഞ്ഞെല്ലാം വരുന്നത്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബ് ചാനൽ സ്വീകരിക്കുകയില്ലെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ അതെല്ലാം സൈലൻ്റാക്കി ഇട്ടിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല നല്ല പാട്ടുകളാണ്. പക്ഷേ അതൊക്കെ കോപ്പിറൈറ്റായിട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുർബാന തീർന്നു കഴിയുമ്പം നമ്മൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ഗ്രോട്ടോയിലോട്ട് പോകും. മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ നമ്മുടെ പള്ളിയുടെ മുൻവശത്തുണ്ട്. അത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസിനെക്കാട്ടി കൂടുതലും അക്രൈസ്തവരാണ് വന്ന് അവിടെ മെഴുകുതി എത്തിച്ചും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണാം. ഇഷ്ടംപോലെ ആളുകളാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മെഴുകുതി എത്തിക്കുകയും ചെയ്യുന്നത്. ഇപ്പം നമ്മളിനിയിപ്പം ആ ഗ്രോട്ടോയിലോട്ട് പോവുകയാണ്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മൾ ഗ്രോട്ടോയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾ താലത്തിൽ പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ ഗ്രോട്ടോയിലോട്ട് പോകുന്ന സീനാണിത്, പള്ളിക്കകത്തു നിന്ന്. അപ്പം കുർബാന കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവുക കേട്ടോ.
അപ്പം പിള്ളേരെ നിയന്ത്രിക്കാൻ ഇപ്പോഴും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് അവരുടെ ഒപ്പമുണ്ട്. അപ്പം അവർ പിള്ളേരെ പറഞ്ഞ് ഓരോന്നും ചെയ്യിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മളിത് കൊണ്ടുവരുമ്പം വളരെ ഭക്തിയോടെയാണ് നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് നെഞ്ചുരുകി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തും. അപ്പോൾ എല്ലാവരും അതുപോലെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന്. കാരണം വിശുദ്ധ കുർബാന എന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തെ ഇതാണ് നമ്മൾ ഇതിൽ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയാണത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ എന്തായാലും ദൈവം നമ്മുടെ പ്രാർത്ഥന നിരസിക്കുകയില്ല. അപ്പോൾ അച്ഛന്മാരത് നമ്മുടെ ഗ്രോട്ടോയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾ പൂക്കളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഗ്രോട്ടോയിലോട്ട് എത്താറായി. ഇതാണ് ഗ്രോട്ടോയിൽ. നിങ്ങൾക്ക് കണ്ടിട്ടുള്ളവരായിരിക്കും, നമ്മുടെ കൃഷ്ണപുരം കായംകുളം ദേശത്തുള്ളവർക്കെല്ലാം അറിയാം ഇത്. ഈ ഗ്രോട്ടോയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ച് പള്ളിയിൽ കൊണ്ടുവയ്ക്കും. അത് കഴിയുമ്പോൾ ഇത് നമ്മുടെ കുരിശടിയല്ല, നമ്മുടെ കൊടിമരമാണ് കേട്ടോ. അപ്പം കൊടിമരത്തിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് എടുത്തതാണ്. അപ്പം ഇനിത്തെ ചടങ്ങെന്ന് വെച്ചാൽ നമ്മുടെ ഈ തിരുനാൾ അവസാനിക്കുന്നത് കൊടിയിറക്കോടെയാണ്. അപ്പം കൊടി ഇറക്കാൻ പോവുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ രൂപം കൊണ്ടുവന്നു അവിടെ നിന്നിട്ട് നമ്മൾ കൊടി ഇറക്കുകയാണ്. അതോടെ നമ്മുടെ തിരുനാൾ സമാപിക്കുകയായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വർഷം വീണ്ടും നമ്മൾ ഈ ഔസേപ്പിതാവിൻ്റെ കൊടിയേറും. അപ്പം വീണ്ടും 3 ദിവസത്തെ പെരുന്നാൾ. ഇനി അടുത്ത വർഷം നമുക്ക് വീണ്ടും നമ്മുടെ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് വീണ്ടും ഇതുപോലെ ഞാൻ ഇങ്ങനെ തന്നെ ഒരു വീഡിയോ ഇടാൻ, ഇതിലും നല്ലൊരു വീഡിയോ ഇടാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.